മക്കളെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല മക്കളാണ്. നല്ല സ്വഭാവം, സൽസ്വഭാവവും നല്ല സ്നേഹമൊക്കെയുള്ള മക്കളാണ്. ഒരാണും 2 പെണ്ണുമാണ് എനിക്ക് മക്കൾ. പിന്നെ എന്നാ, രണ്ടാമത്തെ മോൾക്ക് 2 ആൺപിള്ളേർ. മൂത്ത മോൾക്ക് ഇന്നവിടെ വിവാഹം ഉറപ്പിച്ച മോളും ആങ്ങളെയും അവളുടെ സഹോദരൻ. പിന്നെ എല്ലാവരും നല്ല ആൾക്കാരാണ്. നല്ല സ്നേഹവും സൽസ്വഭാവവും ഒക്കെയുള്ള ആൾക്കാരാണ്. മാളുവിന് എന്നെ പണ്ട് മുതലേ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ലാളിച്ച് വളർത്തിയതാണ്. അല്ലാതെ ഒരു പറയാനൊന്നുമില്ല. നമുക്ക് അവൾ UK ജോലി. നല്ല ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 പേരുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, വഴക്ക് കൂടരുത്, 2 പേരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അതൊക്കെ പറയാനുള്ളൂ. मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। तेरे नाल प्रीता लइया, ओ तेरे नाल प्रीता लइया। वे माही तैनू खबर नहीं, तेरे नाल प्रीता लइया। वे माही तैनू खबर नहीं, ओ किन्ने साल इंतजार में बिताया, ओ किन्ने साल इंतजार में बिताया। वे माही तैनू खबर नहीं, वे माही तैनू खबर नहीं। तेरे नाल प्रीता लइया, वे माही तैनू खबर नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। कुछ दिन मेरे यार पुराने की हो गया हो। तेरे नहीं क्यों होश ठिकाने की हो गया हो। कमले नु तेरे होर किसे दी, कमले नु तेरे होर किसे दी। लोड़ ते फिक्र नहीं, वे माही तैनू खबर नहीं। तेरे नाल प्रीता लइया, वे माही तैनू खबर नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मैंने चाहा तुझे, मेरी खता नहीं, मेरी खता है कि तुझे पता नहीं। मेरी खता है कि तुझे पता नहीं।
വധുവിൻ്റെ കരയോഗത്തിൽ നിന്നും വന്നിരിക്കുന്ന ഭാരവാഹി സ്റ്റേജിലേക്ക് കോതമംഗലം താലൂക്ക് കൊച്ചി വീട്ടിൽ ചന്ദ്രബോസ് കെ പി എന്നവരുടെയും ചൈത്രം വീട്ടിൽ കാർത്തികപ്പള്ളി ഹരിപ്പാട് കാരിച്ചാൽ ദേശത്ത് അനിൽകുമാർ മകൻ്റെയും വിവാഹ നിശ്ചയമാണ് ഇവിടെ സങ്കടം നടക്കുന്നത്. വിവാഹ നിശ്ചയ പ്രക്രിയയാണ് നിങ്ങളുടെ സമക്ഷത്തിൽ വായിക്കുവാൻ പോകുന്നത്. ഇളമ്പറ ശ്രീരാമജയം NSS 601 നമ്പർ കരയോഗത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ ഭാരവാഹി എന്ന നിലയിലാണ് ഞാൻ ഈ പത്രിക നിങ്ങളുടെ സമക്ഷം വായിക്കുന്നത്. വിവാഹ നിശ്ചയ പത്രിക. എറണാകുളം ജില്ല കോതമംഗലം താലൂക്ക് നെല്ലിക്കുഴി പഞ്ചായത്ത് ഇളമ്പറക്കരയിൽ കൊച്ചുവീട്ടിൽ ചന്ദ്രബോസിൻ്റെയും മായയുടെയും മകളായ പൂരുട്ടാതി നക്ഷത്രത്തിൽ മാളവികയും, ആലപ്പുഴ ജില്ല കാർത്തികപ്പള്ളി താലൂക്ക് ഹരിപ്പാട് കാരിച്ചാൽ ദേശം ചൈത്രം വീട്ടിൽ അനിൽകുമാറിൻ്റെയും ഗീതയുടെയും മകനായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ അരവിന്ദും തമ്മിലുള്ള വിവാഹം 1199 ആണ്ട് മേടമാസം 15-ാം തീയതി 28/4/2024 ഞായറാഴ്ച പകൽ 11:30-നും 12:30-നും ഇടയ്ക്കുള്ള കർക്കിടകം രാശി ശുഭമുഹൂർത്തത്തിൽ മൂവാറ്റുപുഴ നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്നേ ദിവസം അസ്തമനത്തിന് ശേഷം 7-നും 9-നും ഇടയ്ക്ക് വരന്റെ ഗൃഹത്തിൽ ഗൃഹപ്രവേശനത്തിനും നിശ്ചയിച്ചിരിക്കുന്നു. വരന്റെ ഗൃഹത്തിലേക്ക് പുറപ്പെടേണ്ട സമയം 3-നും 4-നും ഇടയ്ക്കാണ്. പത്രിക വധുവിൻ്റെയും വരൻ്റെയും പിതാക്കൾ വായിച്ച് കരയോഗ സെക്രട്ടറി സാന്നിധ്യത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ പത്രിക ഒപ്പിടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തുന്നത്. പത്രിക ആദ്യം കൈമാറേണ്ടത് വധുവിന്റെ പിതാവാണ്. സമംഗലം സകല ദൈവങ്ങളിൽ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പത്രിക വധുവിൻ വരന്റെ കയ്യിൽ ഫാദറിന്റെ കയ്യിൽ കൊടുക്കുക. വരന്റെ പിതാവ് പത്രിക വധുവിന്റെ പിതാവിന്റെ കയ്യിൽ കൊടുക്കും. जगमगिसो सखी सीगमना सुखी मधुरगाना चदुरे मौना दिनवु अरಳುವವು जगमगिसो सखी सीगमना सुखी ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ കേൾക്കാം
കാലങ്ങൾ ഞാനേകും പൂന്താരങ്ങൾ ആത്മാവിൽ ആരോ പറഞ്ഞിടും പേരു നീ ആനന്ദം നീയാകവേ காத்தெல்லாம் காதலாகும் காலமே நின்று ஓடும் பக்கமா நீயும் நானும் அப்போதான் வாழ தோணும் உன்னை பார்த்தா கண்ணு ஊறுதே கண்டமாகுதே புத்தி மாறியே சத்தம் போடுதே நீ தொட்டு பேச கூச்சமாகுதே மூச்சு வாங்குதே காலு உன் வழி போகலாங்குதே உள்ளார ஐயோட அவ பார்த்த பார்வை ஐயோட அவளோட போத கண்ணாலே ஏறுதே தள்ளி போய் உயிராடுதே ஐயோட அவ பார்த்த பார்வை ஐயோட அவளோட போத கண்ணாலே ஏறுதே தள்ளி போய் உயிராடுதே நிலவுல ஒரு பாதியா நிலத்துல விழும் நீதியா எனக்குன்னு வந்த ஜோடியா மயக்குது என்ன கோடியா கோடியா நிலவுல ஒரு பாதியா பாதியா நிலத்துல விழும் நீதியா எனக்குன்னு வந்த ஜோடியா ஜோடியா மயக்குது என்ன கோடியா கோடியா அழகு நானியும் நானும் கிட்டே இல்லை யாரும் காத்தெல்லாம் யாரு வாசம் மூவரில் மோதி பேசும் சிரிச்சா போதும் கத்தி வீசுதே மின்னல் பேசுதே அந்த நேரமே கண்ணு கூசுதே என் ஊரே சாசிக்கி ஓடுதே சொக்கி ஓடுதே என் கனவெல்லாம் குட்டி போடுதே உள்ளார ஐயோட அவன் பார்த்த பார்வை ஐயோட அவனோட போல கண்ணாலே ஏறுதே தள்ளி போய் உயிராடுதே ஐயோட அவன் பார்த்த பார்வை ஐயோட அவனோட போல கண்ணாலே ஏறுதே தள்ளி போய் உயிராடுதே மேலே ஆசை ஆசை வைத்தேன் என்னை அள்ளி சாப்பிடாதே முந்தன் நெஞ்சில் ஓய்வெடுத்தேன் என்னை எங்கு கூப்பிடாதே உன்மேல் ஆசை ஆசை வைத்தேன் என்னை அள்ளி சாப்பிடாதே உந்தன் நெஞ்சில் ஓய்வெடுத்தேன் என்னை எங்கும் கூப்பிடாதே நிலவுல ஒரு பாதியா தெல்லாம் காதலா விழும் நீதியா பலமே நின்று எனக்கு வந்து ஜோடியா மயக்குது என்ன கோடியா கோடியா शुक्रिया तेरा इश्क है बिना दिल भी सारा तेरे तेरे सारी
इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now. You have my desire, ellame needane ആരാധ്യ അറിയുവാൻ വൈകി ഞാൻ പതിയൊഴുകുന്നതായി ഉയിരരുവി പോലൊരാൾ എന്നും എന്നരികെ അറിയാതെ മനസാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ ഗരി ഗപ മഗരി സരി രി സരി ദ പദ സ ഗരി ഗപ മഗരി സരി രി സരി ദ സ ദ സരി രി സ ദ സരി രി സ ദ സ ദ രി രി സ ദ പ ദ പ ദ. കോളേജിൽ വന്നപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആളാണ് മാലു. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേത്. അപ്പം 8 years ആയി അതിപ്പോൾ. അപ്പം അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരും നോക്കി കാണുന്നതാണ് മാളുടെ വെഡിങ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈവൻ ഹോൾ ക്ലാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യും. വെഡിങ് ഔട്ട്ഫിറ്റ്സ്, അതുപോലെ പാർട്ടി, എന്തൊക്കെ ഫംഗ്ഷൻസ് വേണം എല്ലാം പ്ലാൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും അപ്പോൾ കെട്ടാനുള്ള ആളെവിടെ അങ്ങനെ ചോദിക്കും. അപ്പം അവൾ പറയും ഇല്ല എനിക്ക് എൻ്റെ വെഡിങ് ഔട്ട്ഫിറ്റ് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ പറയും. അപ്പം ഇപ്പോൾ ആ മൊമെന്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവളിപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ആ വെഡിങ് ഔട്ട്ഫിറ്റ് അങ്ങനെ ഇതൊന്നുമല്ല, പാർട്ടി ഫംഗ്ഷൻ അതൊന്നുമല്ല. അവൾ പറയുന്നത് വെച്ചാൽ ARനെ പോലെ ലൈക്ക് അരവിന്ദിനെ പോലെ ഒരാൾ അവളുടെ ലൈഫിൽ വന്നു എന്നുള്ളതാണ് അവൾക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ അവൾ സ്വപ്നം കണ്ടു ഞങ്ങളും അവളുടെ കൂടെ സ്വപ്നം കാണുകയാണ് ചെയ്തത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ദിവസമാണ് 28-ാം തീയതി ഞായറാഴ്ച. അങ്ങനെ അവളുടെ ഡ്രീം ചെയ്ത പോലെ തന്നെയുള്ള ഒരാളാണ് AR എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അവളെല്ലാം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, മീൻസ് എങ്ങനെ ഒരു പാർട്ട്ണർ വേണം അങ്ങനെയൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ആ മൊമെന്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം, അപ്പം അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വരണം. അപ്പോൾ അവൾ എന്താണോ ആഗ്രഹിച്ചിട്ട് അതുപോലെ ഒരാൾ തന്നെ അവൾക്ക് കിട്ടി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഈ എൻഗേജ്മെൻ്റ് ആണ് അവരുടെ സെക്കൻഡ് ടൈം മീറ്റാണ് ഈ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കുറച്ചൊരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു അവർ തമ്മിലൊരു സിങ്ക് ഉണ്ട്. രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കപ്പിളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ARനും മാളുവിനും ലൈക്ക് അവരാഗ്രഹിച്ച പോലെ അതെ തന്നെ ഓൾ ദി ബെസ്റ്റ് മാളവിക.
ചേച്ചീനെ കുറിച്ച് പറയാനാണെങ്കിൽ ചേച്ചി പണ്ട് തൊട്ടേ ഞാനും ചേച്ചി ഒരുമിച്ചാണ് പഠിച്ചത്. സ്കൂളിൽ പുള്ളിക്കാരി എന്നെക്കാളും ഒരു കൊല്ലം സീനിയറായിരുന്നു. അപ്പോൾ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നത്തിനും പുള്ളിക്കാരിയായിരുന്നു എപ്പോഴും ഓരോ വള്ളി ചെന്ന് ചാടണേ. പിന്നെ ഞങ്ങൾ UK പോയി. ഞാനും അവൾ മാഞ്ചസ്റ്ററിലും പിന്നെ ഞാൻ ലണ്ടനിലുമായിരുന്നു. അപ്പോൾ അത്ര മിസ്സിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫുൾ പഠിച്ചേക്കണൊക്കെ കോതമംഗലത്ത് ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എല്ലാം പഠിച്ചേക്കണേ. +2 വരെയൊക്കെ പഠിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കോളേജും പഠിച്ച് ഇവിടെ തന്നെയാണ്. PG ചെയ്യാൻ മാത്രമാണ് ആദ്യമായിട്ട് പുറത്തോട്ട് പോകണത്. അപ്പോൾ ആദ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണ UK പോയപ്പോഴാണ്. പിന്നെ കല്യാണമൊക്കെ ആയത് പെട്ടെന്നായ പോലെയായി. പിന്നെ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അതാ റിയാലിറ്റിയിലേക്ക് വന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ചേച്ചി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ മിസ്സിങ് ഉണ്ടാവും, മിസ് ചെയ്യും. പിന്നെ ഇപ്പം വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പുള്ളിക്കാരി തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യം. പിന്നെ ബാക്കി എന്ത് കേസ് ഉണ്ടെങ്കിലും പുള്ളിക്കാരിയാണെന്നും എൻ്റെ ബാക്ക് ബോൺ പോലെ നിന്ന്. വീട്ടിലെ ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മയ്ക്ക് അച്ഛനെ കുറച്ച് പേടി ഉള്ള സെറ്റപ്പായിരുന്നു. ഒച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. എന്നെക്കാളും കൂടുതൽ പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് പറയില്ല, ഞാൻ നല്ല ചീത്ത പറയും. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ചേച്ചീനെ ഇച്ചിരി പേടിയാണ്. പിന്നെ പുള്ളിക്കാരി പണ്ട് തൊട്ടേ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ നല്ല പക്ക ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ അതിന് നേരെ തിരിച്ചായിരുന്നു. എൻ്റെ കാര്യത്തിന് ഒന്നെങ്കിൽ അമ്മ വേണം അല്ലെങ്കിൽ അവൾ വേണം, അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. പിന്നെ UK പോയി ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ താമസിച്ചത്. പിന്നെ ഞാൻ 2 ഇയേഴ്സ് ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ താമസിച്ചത്. അപ്പോൾ 2 ഇയേഴ്സ് താമസിച്ചതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കൂടെ ആളുള്ളപ്പോൾ അതിനുള്ള ഡിഫറൻസും പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ ഡിഫറൻസൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെയാണ്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ സിംഗപ്പൂർ. ചേട്ടൻ ജനിച്ചു വളർന്ന ഒക്കെ ഹരിപ്പാടാണ്. പിന്നെ പഠിച്ചതും ഇതൊക്കെ ഗോവയിലായിരുന്നു. ചേട്ടൻ മാത്സിൽ നല്ല ഇതാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇതിൽ റാങ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും തമ്മിൽ ആദ്യം ഈ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ച് വരാൻ ടൈം എടുക്കും. ഇതിപ്പോൾ 1 കൊല്ലത്തിന് അടുത്തായി ഇവർ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ ഇപ്പം നല്ലോണം നല്ല കമ്പനിയാണ് രണ്ടുപേരും. അത്യാവശ്യം നല്ല ഫുൾ സെറ്റിൽഡാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അവരൊക്കെ ഹാപ്പി ആയിട്ടെങ്കിൽ നമുക്ക് ഹാപ്പി. ബെസ്റ്റ് വിഷസ് ഫോർ മൈ സിസ്റ്റർ ആൻഡ് ബ്രദർ. കാതോരം സടുകിടു സത്തം ഏതേതോ നൂറോസൈ. കാതോരം സടുകിടു സത്തം ഏതേതോ നൂറോസൈ. കാതോരം സടുകിടു സത്തം ഏതേതോ നൂറോസൈ. മനസ്സേ തള്ളിപ്പോ രസമേ നീ വിനെ. ഉസരേ വാസോദാ നീ. കാതോരം സടുകിടു സത്തം ഏതേതോ നൂറോസൈ. കാതോരം സടുകിടു സത്തം